കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചവരിൽ 5-ാം സ്ഥാനത്ത് മുൻ ദേവസ്വം മന്ത്രിയും നിലവിൽ എംപിയുമായ കെ രാധാകൃഷ്ണനാണ്. ചേലക്കരയിൽ നിന്ന് രാധാകൃഷ്ണൻ നിയമസഭയിലെത്തിയത് 39,400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. രാധാകൃഷ്ണന് 83,415 വോട്ടുകൾ ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സി ശ്രീകുമാറിന് ലഭിച്ചത് 44,015 വോട്ടുകൾ മാത്രമാണ്. 4-ാം സ്ഥാനത്ത് കല്യാശ്ശേരിയിൽ നിന്നുള്ള എം വിജിനാണ്. SFI മുൻ സംസ്ഥാന സെക്രട്ടറിയും ഡിവൈഎഫ്ഐ നേതാവുമായ വിജിൻ 44,393 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കോൺഗ്രസിന്റെ ബ്രിജേഷ് കുമാർ ആയിരുന്നു എതിരാളി. പയ്യന്നൂരിൽ CPIMന്റെ TI മധുസൂദനൻ കോൺഗ്രസിന്റെ M പ്രദീപ് കുമാറിനെ പരാജയപ്പെടുത്തിയത് 49,780 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ആകെ വോട്ടിന്റെ 63% മധുസൂദനൻ നേടി. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച രണ്ടാമത്തെയാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ധർമ്മിടം മണ്ഡലത്തിൽ നിന്ന് 2021 പിണറായി വിജയന് ലഭിച്ചത് റെക്കോർഡ് ഭൂരിപക്ഷമാണ്. 50,123 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ധർമ്മിടത്തെ വോട്ടർമാർ അദ്ദേഹത്തെ നിയമസഭയിൽ എത്തിച്ചത്. കോൺഗ്രസിനായി C രഘുനാഥും BJPക്കായി CK പത്മനാഭനുമായിരുന്നു മത്സരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ MLA മാരിൽ ഒന്നാമത് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറാണ്. കണ്ണൂർ മട്ടന്നൂർ മണ്ഡലത്തിലെ വോട്ടർമാർ ടീച്ചർക്ക് നൽകിയത് 60,963 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. സംസ്ഥാന ചരിത്രത്തിൽ ഇതൊരു റെക്കോർഡ് ഭൂരിപക്ഷമാണ്. പോൾ ചെയ്ത വോട്ടിന്റെ 62% ശൈലജ ടീച്ചർക്കാണ് ലഭിച്ചത്. ശൈലജ ടീച്ചർ 96,129 വോട്ടുകൾ നേടിയപ്പോൾ മുഖ്യ എതിരാളി ഇല്ലിക്കൽ അഗസ്തിക്ക് കിട്ടിയത് 35,166 വോട്ടുകൾ മാത്രമാണ്. ഒരു പ്രത്യേകത എല്ലാവരും CPIM സ്ഥാനാർത്ഥിമാരായിരുന്നു എന്നതാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ആദ്യത്തെ 5 പേരിൽ ഒരാൾ പോലും UDFൽ നിന്നില്ല.